ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പാപ്പൻ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ചേട്ടൻ്റെ അടുത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം ചേട്ടൻ തന്നെയാണ്, ബാബു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു നാട്ടിലെ ഒരു ചെത്തു തൊഴിലാളിയാണ്. അപ്പോൾ പുള്ളീനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ആൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടോ ഞാൻ പോകുന്നതാണ് പുള്ളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ള് ചെത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കട്ടെ, രാവിലെ തന്നെ പാപ്പനടിച്ച് സെറ്റാവുമെന്നുള്ളത് അറിയില്ല. പുള്ളി അവിടെ പോയി, പുള്ളിയെ കാണാനില്ല. പുള്ളി അപ്പോൾ നമുക്ക് നോക്കാം കള്ള് ചെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. അപ്പോൾ ബാബു ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ബാബു ചേട്ടാ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇതാണ് നമ്മുടെ ബാബു ചേട്ടൻ. അപ്പോൾ നമ്മുടെ റിലേഷൻ തന്നെയാണ് കേട്ടോ പുള്ളി, നമ്മുടെ ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ട ചെറിയ ചെറിയ തെങ്ങുകളാണ്. അപ്പോൾ ഇതാണ് തെങ്ങ്. ഇവിടെയുള്ള തെങ്ങുകളൊക്കെ ചെറിയ ചെറിയ തെങ്ങുകളാണ്. അപ്പോൾ അതാണ് ആ പുള്ളി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പുള്ളി തെങ്ങുമ്പോൾ കയറാനായിട്ട് പോവാണ്. ഇത് ചെറിയ തെങ്ങ് കയറണ്ടോ ഇങ്ങനത്തെ കോണിയുമ്പോൾ കൂടെ കയറണേ? മറ്റേത് മട്ട കെട്ടിട്ടല്ലേ നമുക്ക് കയറാം. ഇവിടുത്തെ കോണി ചേട്ടനെടുത്ത് വെച്ച് കയറണല്ലേ? ഞാൻ തെങ്ങുമ്പോ കള്ളിയത്തറയിട്ട് കയറാം, മറ്റേ മട്ട കെട്ടിട്ടുള്ള കയറാം. അതാണ് ഇതിന്റെ ചൈരിയൊക്കെ ഇത്തിരി മോശമായിരുന്നേ. ഇത് തലക്കാലം എടുത്ത് നിർത്താറായി. അപ്പൊ ഈ വീട്ടിലെ കോഴി എടുത്ത് വെച്ചിങ്ങനെ കയറാണല്ലേ? അത് കലക്കി. അപ്പൊ അതെ പാപ്പനും ഇതിന്റെ മുകളിലേക്ക് ക്യാമറ ആയിട്ട് കയറാണ്. ഏത് അതൊന്നും വിഷയമേ അല്ല. അപ്പൊ ഗായ്സ്, പാപ്പൻ ആടിക്കൊണ്ടിരിക്കട്ട. പാപ്പൻ തെങ്ങിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ്ടാ കള്ളും കൂടെ അവിടെ കാണുന്നത്. കള്ളുണ്ടായില്ലേ? കള്ളെടുക്കണ്ടല്ലേ? നോക്കി. കുറച്ചുള്ളൂല. അപ്പൊ ഈ കള്ള് നമ്മുടെ ചേട്ടൻ കള്ള് എടുത്തു. ഇനി ഒഴിച്ചോളൂ. ഇത് തെങ്ങിന്റെ ഇത് കൊരക്ക് പോയില്ലേ? അത് കുഴപ്പമില്ല, ഞാൻ ഇറങ്ങിയുള്ളതേ. അടുത്ത ഇരിക്കാൻ പറ്റിയ തെങ്ങുണ്ടാ കയറി. ബാബു ചേട്ടൻ ഒരുപാട് വർഷമായില്ലേ ഇതിന് പരിപാടി തുടങ്ങിയിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 95-ലൊക്കെ എത്തണ്ടല്ലേ? തുടങ്ങിയിട്ടുണ്ട്. പാലക്കാടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ? നാട്ടിലിപ്പോഴല്ലേ ഫസ്റ്റ് അല്ലേ? നാട്ടിലിപ്പോ ഇവിടെ ചാലക്കുടി റേഞ്ച് ആയിരുന്നു. ഇപ്പൊ മള റേഞ്ചിൽ മള റേഞ്ചിൽ കയറിയല്ലേ? 2 കൊല്ലം ആവണം. ഓക്കെ. ശരിക്കും ഭയങ്കര കഷ്ടപ്പാട് തന്നെയാ അല്ലേ? പിള്ളേരെ നോക്കണ മാതിരി തന്നെ നോക്കണല്ലേ തെങ്ങിനെയൊക്കെ? 3 ടൈം ചെത്തും അല്ലേ? പോവാ നമുക്ക് അങ്ങോട്ട് അടുത്ത തെങ്ങിൻ്റെ അടുത്തേക്ക്. ചെറുതെങ്ങളൊക്കെ അങ്ങനെ തന്നെയാ. ഒന്നിന് കയറി കുറച്ച് കള്ളായി കഴിയുമ്പോ അപ്പൊ പട്ടിണി കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ചെറിയ തെങ്ങുകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് 8 മാസമായി ചെത്തിണ്ടിരിക്കണല്ലേ? പരമാവധി ചെത്ത് എന്ന് പറയും. കെട്ടി വെച്ചേക്കണ. തെങ്ങിന്റെ പട്ടൊക്കെ കെട്ടി വെച്ചേക്കണല്ലേ? ആ എന്താണ് ഇരിക്കാൻ പറ്റില്ലടാ.
വിലല്ലേ പട്ടയ്ക്ക്. ഇതൊക്കെ ചെറിയ തെങ്ങുകളാണ്. അപ്പോൾ അതിൻ്റെ അത് കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. ഇതിൻ്റെ പട്ടയൊക്കെ കെട്ടി വെച്ചേക്കാണ് പുള്ളി. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കണത്. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഈ തെങ്ങിൻ്റെ മുകളിൽ ഞാൻ ആളോടൊപ്പം കയറേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കയറണില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വേറൊരു തെങ്ങുണ്ടെന്ന് പറഞ്ഞ്. ഇതൊക്കെ വെച്ചിട്ടില്ലേ ചെറിയ തെങ്ങുകൾ കാരണം കൊണ്ട് കണ്ട ഇത്ര ഹൈറ്റുള്ളൂ, അധികം പ്രായമായിട്ടില്ല തെങ്ങിന്. അപ്പോൾ അത് കാരണം കൊണ്ട് തെങ്ങിൻ്റെ പട്ടയൊക്കെ കയറിട്ടങ്ങായിട്ട് കെട്ടി വെച്ചേക്കാണ്. അവിടെ കയറിട്ട് കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കയറാത്തത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു തെങ്ങുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് കയറി നിങ്ങളെ കാണിക്കും. അത് കാണണമെങ്കിൽ അത് അവ കയറി ഇരിക്കണമെങ്കിൽ ഇപ്പോൾ ചെത്താട്ടാ അത് പോയിട്ട് ഇത് ചെത്തേണ്ടേ ആണെങ്കിൽ പോണെങ്കിൽ പോവുകയും ചെയ്യാലേ. അപ്പോൾ വേറൊരു തെങ്ങുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ ആളുടെ ഒപ്പം കയറിങ്ങായിട്ട് അരിയണതും അതുപോലെ കള്ളെടുക്കണമൊക്കെ കാണിച്ചു തരാം. പിന്നെ അന്തിക്കള്ളിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ എന്ന് പറയുന്നുണ്ട്. ഞാൻ കുടിച്ചിട്ടില്ല, എനിക്കറിയില്ല. രാവിലത്തെ കള്ളൊക്കെ നമ്മൾ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, ഭയങ്കര മധുരമാണത്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം ഇറങ്ങും. മുത്തപ്പനെ ഒരു ഗ്ലാസ് എടുത്ത് വയ്ക്കും, പറശ്ശിനി കട മുത്തപ്പനെ ഗ്ലാസ് മാറ്റി വയ്ക്കും. മാറ്റി വയ്ക്കാറുണ്ടല്ലേ? അവിടെ വീട് വയ്ക്കുക വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതാക്കുള്ളൂ. സ്ഥിരം അത് ഞാൻ എവിടെ ചെത്താൻ പോയാലും ഫസ്റ്റ് മുത്തപ്പനുള്ളതാണല്ലേ? ഫസ്റ്റത്തെ കള്ള് മുത്തപ്പനാണ്. അപ്പോൾ ഒരു ഗ്ലാസ് കള്ള് എവിടെ ചെത്താൻ പോയാലും പുള്ളി പറശ്ശിനിക്കടവ് മുത്തപ്പന് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ ആ കള്ളാണ് ആ കുപ്പിയിൽ ഒഴിച്ചിട്ട് ആ ഇതിൽ വെക്കണം. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്ത് മാറ്റി വെച്ചത്. ബാക്കി കള്ളാണ് ഇത് ക്യാനിലേക്ക് ഒഴിക്കണത്. അത് കഴിഞ്ഞിട്ട് ഷാപ്പിൽ ഇളക്കണോ? ആ ഒരു ഗ്ലാസ് കള്ള് കഴിഞ്ഞിട്ട് ഇളക്കുള്ളൂ അല്ലേ? അവരൊന്നും പറയില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു അടുത്ത തെങ്ങിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ബാബുച്ചാറിൻ്റെ കൂടെ അങ്ങോട്ട് പോവാം. ഇവിടെ ഇതിൽ മൊത്തം എത്ര തെങ്ങ് എത്തുന്നുണ്ട്? 5 അല്ലേ? ഇതിന് കണക്കില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നമ്മൾ ഇത്ര തെങ്ങ് ചെത്താൻ പാടുള്ളൂ അങ്ങനെയൊക്കെ. 8 തെങ്ങ് എത്താം അല്ലേ ഒരാൾക്ക്? ശരിക്കും ഇത്ര ലിറ്റർ കള്ള അളക്കണമെന്നില്ലേ? ഏറ്റവും കുറവ് 4 ലിറ്ററോ? ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ അല്ലേ? ഏറ്റവും കുറവ് 4 ലിറ്റർ അളന്നാൽ മാത്രമേ നമുക്ക് ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ അല്ലേ? ഓ PF-ഉം ബാക്കിയുള്ളതൊക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഈ എല്ലാം ചെറിയ തെങ്ങുകളാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് പുള്ളി എൻ്റെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ. അപ്പോൾ ആൾ കോണി എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കോണിയുടെ വഴിയാണ് നമ്മൾ കയറാം. ചേട്ടൻ എന്ത് കണ്ട ഇത് മുക്കോട്ടിയാണ് കയറാം. നിങ്ങൾ ചവിട്ടി കയറും. അപ്പോൾ നമുക്ക് നോക്കാട്ടെ അതിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ബാബുച്ചേട്ടനൊപ്പം നമ്മൾ ഈ തെങ്ങുമ്പോൾ നമ്മളും കയറുന്നതായിരിക്കും. നോക്കാട്ടാ എന്താവുന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പാപ്പൻ തെങ്ങിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാബുച്ചേട്ടൻ ഇല്ലല്ലേ ചോട്ടി പതുക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബാബുച്ചേട്ടൻ്റെ നമ്മുടെ കുടം എടുത്തു. ഓക്കെ ഓക്കെ. കണ്ട കുടത്തിലെ കള്ള് കണ്ട ഗായ്സ്, ഇതാണ് കള്ളെന്ന് പറയണത്. അപ്പോൾ ആ കള്ള് ഇതിനെന്താ പറയുക? കുംഭം. കുംഭത്തിലേക്ക് ഒഴിച്ചു. അടിപൊളി. ഇതാണ് കള്ളിട്ട ഗായ്സ്. ഇത്രേ ഉള്ളൂ സംഗതി. അപ്പോൾ ഈ കള്ള് കിട്ടാനായിട്ട് ഇതിൻ്റെ കള്ളിൻ്റെ തെങ്ങിൻ്റെ പൂക്കുല അല്ലേ? പൂക്കുല അരിയുന്നൊരു ദൃശ്യമാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ കത്തി വെച്ചിട്ട് പൂക്കുല ഇങ്ങനെ അരിയും. ഇതിന് പിന്നെ ഇങ്ങനെ കൊല തല്ലാന്ന് പറയൂലേ? അത് എപ്പോഴും ഉച്ച നേരത്താണ് അല്ലേ? മറ്റേ
എല്ല് വെച്ചിട്ടല്ലേ ഇത്? എന്തോ ഒരു എല്ലല്ലേ മൃഗത്തിന്റെ, പോത്തിന്റെ അല്ലേ? ആ, അത് ഇങ്ങനെ ചെളി തേച്ച് കൊടുക്കും. അരിഞ്ഞിട്ട് ഇങ്ങനെ ചെളി തേക്കും, ഇങ്ങനെ ചെളി വയ്ക്കും. അപ്പോൾ ഇത് ശരിക്കും ഇത് എന്തിട്ടാ ഈ കള്ളെന്ന് പറഞ്ഞ സാധനം ശരിക്കും ഇതിന്റെ പൂക്കലനെ തല്ലി നമ്മ ഇതാക്കിയിട്ട് അല്ലേ? തെങ്ങിന്റെ ഇതേ നീര് വരുന്നതാ, തെങ്ങിന്റെ നീരാണ് ഈ കള്ളെന്ന് പറഞ്ഞത്. ഓ, മനസ്സിലായി. ഇത് നാളേരം ഉണ്ടാവുന്ന കൊലേനെ തല്ലി നമ്മ അല്ലേ അതിന്റെ കമ്പിളി പരുവാക്കിയിട്ട് നമ്മ എടുക്കുന്നതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കള്ള് ഉണ്ടാക്കാന്ന് വെച്ചാൽ നിസാര പണിയല്ല. ഇങ്ങനെ തെങ്ങ് നല്ല പണി തന്നെയാണ് വെച്ചാൽ രാവിലെ വന്ന് ഇതിൻ്റെ തെങ്ങിൻ്റെ മുകളിൽ കയറി ഇതുപോലെ ഇങ്ങനെ കൊല അരിഞ്ഞ് ഞാൻ തന്നെ ആയിട്ടില്ലേ ഇപ്പോൾ ഈ ചെറിയൊരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കതച്ച ആവശ്യമൊന്നുമില്ലേ. അപ്പോൾ വേറെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കള്ള് ചെത്തുന്ന ഒരു ഇത് കണ്ടു. ഇനിയിപ്പോൾ അടുത്തോ ഞാൻ മാറണം അവിടുന്ന്. ഓക്കെ. അതുപോലെ തന്നെ 3 നേരം ഈ തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കയറണം കേട്ടോ. എന്നാലാണ് ഈ ഒരു അല്ലേ ഒരു തിരുകോളം കള്ള് ഒരു തെങ്ങുമ്പോൾ നമുക്ക് കിട്ടണത്. അത്രയും അധ്വാനമുണ്ട് നമുക്ക് എന്ന് വെച്ചാൽ. ആ, എത്ര മഴയായാലും വെയിലായാലും നമ്മ കയറണം. പട്ടകളൊക്കെ ഇടിയാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് നിൽക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളൊരു തൊഴിൽ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ആകെ കിട്ടുന്നത് ഒരു തിരുക്കോളം അല്ലേ? 1 ലിറ്റർ പോലും ഇല്ല അല്ലേ ഒരു കുടത്തിൽ? 5 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ ക്യാനാണ്. അല്ലാതെ ഞാൻ പറഞ്ഞത് ഓരോ കുടത്തില് 1 ലിറ്റർ 1.5 ലിറ്റർ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. 1 ലിറ്റർ 1.5 ലിറ്റർ ഒക്കെ ഒരു കുടത്തില് നമുക്ക് കള്ള് കിട്ടുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഇതിന് അത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന സാധനം ഉണ്ടോ. ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പാപ്പൻ. ഞാനപ്പോൾ ഇരിക്കുന്നത് താഴത്തല്ല മുകളിലാണ് കേട്ടോ, തെങ്ങിൻ്റെ മുകളിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഗായ്സ്, പുതുപുത്തൻ വീഡിയോ ആയിട്ട് പാപ്പൻ വീണ്ടും വരും. അപ്പോൾ ബാബു ചേട്ടൻ അത് കണ്ടോ എല്ലാത്തിൻ്റെയും ഇത് ഇങ്ങനെ കൊല അരിഞ്ഞിട്ട് അതിൽ ചെളി തേച്ച് കൊടുക്കണം. പണിയുണ്ട്. ഒരുപാട് പണിയുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുടങ്ങമത്തണം ചെയ്യണം. അതുപോലെ ഉച്ചയ്ക്കും അതുപോലെ വൈകുന്നേരവും ഇത് തന്നെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും അല്ലേ? അന്തിക്കള്ള് എടുക്കാറുണ്ട്. അന്തിക്കള്ള് എടുക്കില്ല ആൾക്കാർ പറഞ്ഞിട്ടല്ലോ. അന്തിക്കള്ളിന് എന്താ ടേസ്റ്റ്? പാലക്കാട് കോഴിക്കോടൊക്കെ അന്തിക്കള്ള് എടുക്കുള്ളൂ. അന്തിക്കള്ള് എടുക്കും. നമ്മുടെ നാട്ടിൽ എടുക്കൂല അല്ലേ? അതിനെന്താ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? മധുരം കൂടുതലോ? അങ്ങനെ ആൾക്കാർ കാലത്തേനും മധുരം കൂടുതലാണോ? മധുരം ചിലപ്പോ കൂടും, ചിലപ്പോ പറയാൻ പറ്റില്ല. കാലാവസ്ഥ അനുസരിച്ചിരിക്കും. കാലാവസ്ഥ. അപ്പൊ അന്തിക്കള്ള് സൂപ്പർ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞേക്കാം. അതായത് അന്തിക്കള്ള് കുടിച്ചിട്ടുണ്ടോ? കാരണം മഞ്ഞൊക്കെ ആകുമ്പോ ഭയങ്കര മധുരമായിരിക്കും അല്ലേ? ഓ, മധുരം കൂടുതലായിരിക്കും അന്തിക്കള്ളിന്. അതാണ് ആൾക്കാർ അന്തിക്കള്ള് കുടിച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കില്ലേ. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ രാവിലത്തെ കള്ള് ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട്, അന്തിക്കള്ള് കുടിച്ചിട്ടില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. ദേ ബാബു ചേട്ടനൊപ്പം പാപ്പൻ. അപ്പോൾ ഗായ്സ്, നമ്മ ലേശം ടേസ്റ്റ് നോക്കാൻ പോവാണ് കള്ളിൻ്റെ. ആരും അനുകരിക്കരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് കള്ള് കുടിക്കണം, ഞാൻ അങ്ങനെ കള്ള് കുടിക്കാറില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇത് അനുകരിക്കരുത്. നമ്മ അങ്ങനെ കള്ളൊന്നും കുടിക്കാതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഇലയിൽ കുമ്പിളി കുത്തിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് പോവാണ്. പിന്നെയും പറയണേ, ആരും അനുകരിക്കരുത്, വീട്ടുകാരും തെറി പറയരുത് അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാപ്പം കള്ളുടിച്ചെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ ഇത് അനുകരിക്കാൻ നോക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ കണ്ടോ നമ്മളിതിങ്ങനെ ഇല ഇങ്ങനെ കുമ്പിളി കുത്തിയിട്ട് ഓട്ടയുണ്ട് ചേട്ടാ ഇല്ലല്ലേ? അപ്പോൾ അതെ കുറച്ച് ചേട്ടാ കുറച്ചുകൂടി. ഓക്കെ. അപ്പോൾ ഗായ്സ് ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചേട്ടാ ഇതിലൊരു ഉറുമ്പുണ്ടായിരുന്നു, നിർത്തികളേനെ ഇല്ല ദേഹെടുക്കുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. പനിനീര്. പക്ഷേ ഇതിലേ കുറച്ച് വെള്ളം ചേർക്കണം, എന്നെങ്കിലല്ലേ ഇത് കുടിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ലേശം വെള്ളം ചേർക്കണമെങ്കിൽ മാത്രമേ ഈ സാധനം കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അല്ലേ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു കട്ടിപ്പുണ്ട്, മധുരത്തിൻ്റെ ഒരു കട്ടിപ്പാണ് അതിന്. ആ ഡോസ്. അപ്പോൾ അത് ശരിക്കും വെള്ളം ചേർത്താൽ അത് ക്ലിയർ ആവുള്ളൂ അല്ലേ? അങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് അനുഭവപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാമന്മാരൊക്കെ ചെത്തുകാറുള്ളത്. നമ്മൾ ചെറുപ്പം തൊട്ട് ഇത് കുടിക്കുന്നതിൻ്റെ പേരിൽ അവർ ചെത്തിക്കൊണ്ടിരുമ്പോൾ ഓരോ ഗ്ലാസ് ഒഴിച്ചു തരും.
പണ്ടേ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അവിടെ പോയി നിൽക്കുമ്പോൾ അമ്മ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവർ ഒഴിച്ചു തരും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും വായിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ലേശം വെള്ളം ചേർത്താലേ അതിൻ്റെ ഒരു ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാൻ പാപ്പൻ കള്ളുടിച്ച് പറഞ്ഞിട്ട് ആരെയും കള്ളുടിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പാപ്പൻ ഇത് ഏറ്റെടുക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം പാപ്പൻ ഏറ്റെടുക്കുന്നതല്ല. അപ്പോൾ പിന്നെ പറയണേ ഇതാരും അനുകരിക്കരുത്. അപ്പോൾ ഓക്കെ ഗായ്സ്, വീണ്ടും കാണാം നമുക്ക് പുതുപുത്തൻ വീഡിയോ ആയിട്ട്. പാപ്പൻ വീണ്ടും വരുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ പാപ്പൻ നിൽക്കുന്നത് കേട്ടോ തെങ്ങിൻ്റെ മണ്ടയിലാണ്. അപ്പോൾ പാപ്പൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് പാപ്പച്ചേട്ടനൊപ്പമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോ ആയിട്ട് പാപ്പൻ വീണ്ടും വരുന്നതായിരിക്കും ഗായ്സ്. ടാറ്റാ.